ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന ഒരു വെറൈറ്റി വീഡിയോ ആണ്. വേറെ ഒന്നുമില്ല, നമ്മൾ സീലിംഗ് കാര്യങ്ങൾ, അതായത് നമ്മൾ വീടിൻ്റെ സീലിംഗ് കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയുന്ന സമയത്ത്, കുറച്ച് നാളുകൾ കഴിയുന്ന സമയത്ത് വയറുകളൊക്കെ കട്ടായി പോകും. അതുപോലെ തന്നെ എലിയുടെ ശല്യം അല്ലെങ്കിൽ എന്തെങ്കിലും പക്ഷികളുടെ ശല്യം കാര്യങ്ങളെല്ലാം തന്നെ ഈ സീലിങ്ങിൻ്റെ അകത്ത് വരുന്നത് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, വയറുകൾ നമ്മൾ വലിച്ചിട്ടേക്കുന്നത് കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് ആ ലൈറ്റുകളൊന്നും തെളിയാത്ത ഒരവസ്ഥ വരും. അതിൻ്റെ മെയിൻ കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ സീലിംഗ് ചെയ്യുന്ന സമയത്ത് ഈ കാണുന്ന എയർ ഹോളുകൾ കണ്ടോ, നമ്മളെ വീടിൻ്റെ അകത്ത് വരുന്ന എയർ ഹോളുകളാണ്. നമ്മൾ പൈപ്പ് ടൈപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ സ്ക്വയർ ടൈപ്പ് ആണെങ്കിലും നമ്മൾ എയർ ഹോളുകൾ ഇട്ടിട്ടുണ്ടാവും. ആ റൂമിലാണെങ്കിലും ഹാളിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ എയർ ഹോളുകൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ സീലിംഗ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ തൊട്ട് താഴെ വെച്ചിട്ടായിരിക്കും, അതായത് സീലിംഗ് തൊട്ട് താഴെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ പറയുന്ന രീതിയിൽ സീലിംഗ് ചെയ്യുക. ഇനി അതല്ല അതിൻ്റെ മുകളിലാണെങ്കിൽ പ്രശ്നങ്ങൾ വരുന്നില്ല. നല്ല അതിൻ്റെ തൊട്ട് താഴെ വെച്ച് നമ്മൾ സീലിംഗ് ചെയ്യുന്ന സമയത്ത് ഈ എയർ ഹോളുകൾ കാര്യങ്ങളൊന്നും അടച്ചിട്ടുണ്ടാവില്ല. അത് ഫ്രണ്ടിൽ നിന്നാണെങ്കിലും ബാക്കിൽ നിന്നാണെങ്കിലും ഈ എയർ ഹോളുകളെല്ലാം നേരെ വന്ന് പുറത്തേക്കാണ്. അപ്പോൾ പുറത്തു നിന്ന് സിമ്പിളായിട്ട് ഈ പറഞ്ഞ രീതിയിൽ ചെറിയ ചെറിയ പ്രാണികൾക്കോ പക്ഷികൾക്കോ അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞ എലികൾക്ക് വരെ ഇതിൻ്റെ അകത്തേക്ക്, ഈ സീലിങ്ങിൻ്റെ അകത്തേക്ക് കയറി വന്നിട്ട് കൂട് കൂട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് ഈ പോകുന്ന വയറുകളെല്ലാം കട്ട് ചെയ്ത് പോകാനുള്ള ചാൻസസും കൂടുതലാണ്. അതുമാത്രമല്ല, ചില സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും എക്സോസ്റ്റ് ഫാനുകളാണെങ്കിലും ചിലപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് സീലിങ്ങിൻ്റെ അകത്തിലേക്ക് പോകാറുണ്ട്. എക്സോസ്റ്റ് നമ്മൾ ചില ഏരിയകളിൽ എക്സോസ്റ്റ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് സീലിങ്ങിൻ്റെ അകത്ത് വെച്ചതിന് ശേഷം പുറത്തേക്ക് നമ്മൾ പൈപ്പ് കാര്യങ്ങളിട്ട് ക്ലിയർ ചെയ്യാറുണ്ട്. അവിടെ ആയാലും ഈ പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. വേറെ ഒന്നുമില്ല, അതിലൂടെ എലികൾ അതിൻ്റെ അകത്തേക്ക് കയറി വരും. പിന്നെ അത് മാത്രമല്ല, പക്ഷികൾ കൂടുതലും നമ്മുടെ ഈ പറയുന്ന എയർ ഹോളിൻ്റെ അകത്തായിരിക്കും. എയർ ഹോളിൻ്റെ ഈ പൈപ്പിൻ്റെ അകത്തായിരിക്കും പക്ഷികൾ കൂടുതലും ഈ കൂടുകൾ വരുന്നത്. അത് പിന്നീട് പതുക്കെ അത് സേഫ്റ്റി ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ സീലിങ്ങിലേക്ക്, നമ്മുടെ വീടിൻ്റെ അകത്ത സീലിങ്ങിലേക്ക് പതുക്കെ കയറി വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതിൻ്റേതായ കാഷ്ടവും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവും. പിന്നെ പതുക്കെ ആ സീലിംഗ് ദ്രവിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ചെറിയ രീതിയിൽ നനവടിക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പൊളിഞ്ഞു വീഴാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നമ്മൾ ഈ സീലിംഗ് ചെയ്യുന്ന സമയത്ത്, സീലിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു, മഴയോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ ഊത്തലോ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ, നനവോ കാര്യങ്ങൾ ഈ സീലിങ്ങിൻ്റെ അകത്തേക്ക് വരാനുള്ള ചാൻസസ് എയർ ഹോൾ വഴി ഉണ്ടാവും. എയർ ഹോൾ വഴി വന്ന് നമ്മൾ അറിയില്ല എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് സീലിംഗ് എല്ലാം തന്നെ ജിപ്സം ബോർഡ് ആയതുകൊണ്ട് ജിപ്സം ബോർഡ് നനഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ അത് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. കളർ ചേഞ്ച് ചെയ്ത് പതുക്കെ പൊടിഞ്ഞ് വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെയാണ് കൂടുതലും സംഭവിക്കുന്നത്, നമ്മളറിയില്ല ഈ എയർ ഹോളുകൾ. അപ്പോൾ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, എയർ ഹോളുകൾ കറക്റ്റായിട്ട് അടച്ചതിന് ശേഷം മാത്രമാണ് സീലിംഗ് ചെയ്യേണ്ടത്. ഏറ്റവും മുകളിലാണെങ്കിലും താഴെയാണെങ്കിലും നമ്മൾ സീലിംഗ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എയർ പാസിങ് കാര്യങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ഏരിയയിൽ കൊടുത്തതിന് ശേഷം നമ്മൾ സീലിങ്ങിൻ്റെ അല്ലെങ്കിൽ ആ ഏരിയയിൽ വരുന്ന നമ്മുടെ എയർ ഹോളുകളെല്ലാം തന്നെ അടച്ചതിന് ശേഷം, അകത്തുനിന്നും പുറത്തുനിന്നും അടച്ചതിന് ശേഷം, അല്ലെങ്കിൽ പുറത്തുനിന്നെങ്കിലും അടച്ചിരിക്കണം, പുറത്തുനിന്ന് അടച്ചതിന് ശേഷം മാത്രമേ സീലിംഗ് ചെയ്യാവൂ. അല്ലെങ്കിൽ പറഞ്ഞ രീതിയിൽ എലിയുടെ ശല്യങ്ങളെല്ലാം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ പൈപ്പ് ടൈപ്പ് എയർ ഹോളുകൾ അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ 2 ഇഞ്ച് പൈപ്പാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ 2.5 ഇഞ്ച് പൈപ്പാണ് വെക്കുന്നതെങ്കിൽ അതിൻ്റേതായ പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയൽസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഫുൾ ക്ലോസ് ചെയ്ത് വെക്കുന്നതും കൊതുക് കയറാത്തതുമായിട്ടുള്ള ഫുൾ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാപ്പുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 15 രൂപ തൊട്ട് 10 രൂപ 15 രൂപ തൊട്ട് തന്നെ ഓരോ ക്യാപ്പുകളും, അല്ലെങ്കിൽ 5 രൂപ തൊട്ട് തന്നെ ഓരോ ക്യാപ്പുകളും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാം ജസ്റ്റ് വെറുതെ അതിൻ്റെ അകത്തേക്ക് പ്രസ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എലിയുടെ ശല്യം കാര്യങ്ങളൊക്കെ മാക്സിമം നമുക്ക് സീലിംഗിൽ നിന്നും ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ.